ഫ്രണ്ട്സ്, FSK മീഡിയയിലേക്ക് സ്വാഗതം. ചെറുതേനീച്ച തന്നെയാണ് നമ്മളെ വിഷയം. ഞാൻ നമ്മൾ പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും ഭിത്തികളോ വീടുകളോ ഒക്കെ പൊളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ തറയിലോ അല്ലെങ്കിൽ മതിലിലൊക്കെ ഉണ്ടാകുന്ന ചെറുതേനീച്ചകളുണ്ടാവും, അവ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് ഒരു 10 കിലോമീറ്ററിൻ്റെ അകത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടിട്ട് നമ്മളത് നിങ്ങൾക്ക് അത് കോളനിയാക്കി തരുന്നതാണെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലരും വിളിക്കാറുണ്ട്. പക്ഷേ നിങ്ങളത് പൊളിച്ചും കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ എമർജൻസി ആയിട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ തന്നെ ദൂരെയുള്ള ആളുകൾക്കും എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു 130 വർഷത്തോളം പഴക്കമുള്ള 130 വർഷത്തിലധികം പഴക്കമുള്ള മുറിയങ്കണ്ണിപ്പുഴ ചത്തല്ലൂർ അതിൻ്റെ തീരത്തുള്ള ഒരു പഴയ മനയാണ്. അത് ഇപ്പോൾ പൊളിച്ച് ഇതൊരു 3 നില കെട്ടിടമായിരുന്നു. ഇത് പൊളിച്ചപ്പോൾ പല കോളനികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഈ ഭിത്തിയിലൊക്കെ ഈ തറയുടെ ബേസിലൊക്കെ കുറച്ച് കോളനികളുണ്ട്. അപ്പോൾ അതും ഇനി JCB ഉപയോഗിച്ച് ഇത് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്കിലും നമുക്ക് കോളനിയാക്കി എത്രമാത്രം ഉണ്ട് ശക്തമായിട്ടുണ്ടാവും. അത് കോളനിയാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആരായാലും എവിടെ പൊളിക്കുകയാണെങ്കിലും ഇത് തേനെടുക്കുക എന്നതിനപ്പുറം ഇതിൻ്റെ അകത്തുള്ള മുട്ടകൾ സേവ് ചെയ്തിട്ട് നിങ്ങളത് കോളനിയാക്കി ആക്കാൻ അതൊരു പ്രകൃതി സംരക്ഷണം കൂടിയാണ്. നിങ്ങൾ വെറുതെ തേനിട്ടിട്ട് അലക്ഷ്യമായിട്ട് മുട്ടകളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കോളനി, ആ പരമ്പര തന്നെ നശിച്ചു പോയി. അപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങളത് ഒന്നെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് സംരക്ഷിച്ച് ആ തേനെടുക്കുന്നത് പോലെ തന്നെ ആ മുട്ടകളും ആ റാണിയെയും സേവ് ചെയ്തിട്ട് കോളനിയാക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടാനെങ്കിലും ശ്രമിക്കണം, അടുത്തുള്ള ആരാണെങ്കിലും. അപ്പോൾ നമുക്കിത് പൊളിക്കാം. ബാ.
ആദ്യം ആ ശക്തരായ ഈച്ചകളെ ഈ ബോട്ടിലോട്ട് മാറ്റാം. കുറച്ച് വേണം. നിർഭാഗ്യകരം പൊട്ടി പോവാൻ. റാണിയുണ്ടോ? റാണിമുട്ട തിരിച്ചറിയില്ല. കുറച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് തിരിച്ചറിയാം. ഈ കറുത്തതിൽ കാണുന്നത് തേന് തളം കെട്ടി നിൽക്കുന്നതാണ്. മുകളിൽ കാണുന്നത് തേനിന് ചെറിയൊരു കൂട്. പക്ഷെ ഈ കറുത്തതിൽ കാണുന്നത് തേന് തളം കെട്ടി നിൽക്കണം. അപ്രതീക്ഷിത നമ്മുടെ കോളനിയുടെ ഹോൾ ഇവിടെയാണ് കേട്ടോ. തേനിൻ്റെ അട ഇരിക്കുന്നുണ്ട്. വലിച്ചു വരുന്നത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. മറ്റൊരു അട ശരി. മുട്ടകൾ സേവ് ചെയ്യുവാണ്.
അപ്പോൾ നമ്മളാ വലിയ 3 നില കെട്ടിടം മന 130 വർഷം പഴക്കമുള്ള അതിൽ നിന്ന് കിട്ടിയ 5-8 കോളനികളുടെ തേനാണിത്. ഇതിപ്പോൾ വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പിഴിയുന്നത്. അപ്പോൾ ഒരു ഘട്ടം പിഴിയൽ കഴിഞ്ഞു. എനിക്ക് തേന ഒരു ഇതിലേക്ക് ഒഴിക്കുക. രണ്ട് ലിറ്ററിൻ്റെ മേലെ ഉണ്ട്, ഇനി കുറച്ചും കൂടി പിഴിയാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ വെയിലത്ത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ സമ്മർദ്ദം വെച്ച് ചെയ്യുമ്പോൾ അതിൽ മുട്ടകളുണ്ട്, ഈച്ചകളുണ്ട്, പൂമ്പൊടിയുണ്ട്, കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ തേനിൽ അതിൻ്റെ കണ്ടൻറ്റ് തേനിൽ വരും. എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് നമ്മൾ പിന്നെ അടകൾ മാത്രം ശുദ്ധമാക്കി എടുത്ത് അടകൾ ഇതിൽ വെക്കുമ്പോൾ അതിൽ ഈച്ചയോ മുട്ടയൊക്കെ ഉണ്ടെങ്കിലും ആ അട ചൂട് തട്ടി പൊട്ടി വലിച്ച ഈ തേന് മാത്രമേ ഉള്ളൂ ഈ അരിപ്പയിൽ കൂടെ നമ്മളെ പാത്രത്തിലേക്ക് വീഴുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കണ്ടൻറ്റും വീഴും. അപ്പോൾ നിങ്ങൾ പരമാവധി വെയിലുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ വെയിലില്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ വെയിലുള്ളപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം തേന് കിട്ടി, ഇതാ പിന്നെ ഇത്ര കിട്ടി. അപ്പോൾ പിന്നെ കുറേ ഇതിലിപ്പോൾ ഒരു ഇത്രത്തോളം തേന് ഇതിലൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ മന പൊളിച്ചിട്ട് കിട്ടിയത്. 1 2 3 4 5 6 7 8 9 10 11 12 13 മൺകുടുക്കളിൽ 13ലും ഓരോ അട, ഓരോ അല്ല ഈ 2 അട തേന് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂക്കട്ട അധികം വർഷക്കാലം ആവുകൊണ്ട് നമുക്ക് അതിജീവിക്കാൻ ഒക്കെ ഇതിലൊക്കെ ഈ 2 അട അധികം നമ്മൾ വേനൽക്കാലത്തേക്കാൾ കൂടുതൽ അട വെച്ച് കൊടുത്തിട്ടുണ്ട്. വർഷക്കാലത്ത് അവർക്ക് തേന് എടുത്ത് ശേഖരിക്കാൻ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആ മനയിലേക്ക് അറ്റാശ്ശേരിയുള്ള ആ മനയിലേക്ക് പോകുമ്പോൾ അവരുടെ ആ 3 നില കെട്ടിടത്തിൻ്റെ പകുതിയോളം പൊളിച്ച് ആ ലാസ്റ്റ് നിലയിലാണ് നമ്മൾ ചെല്ലുന്നത്. അതിനു മുമ്പ് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തേന് അവർ വെറുതെ നശിപ്പിച്ച് കളഞ്ഞിരുന്നു. കുറേ മുട്ടകൾ കുറേ കോളനികളൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞിരുന്നു. കാരണം അവർക്കറിയില്ല. അപ്പോൾ അതിന് ശേഷമാണ് അവർ നമ്മളെ ബന്ധപ്പെട്ടത്. നമ്മൾ പോയതിന് ശേഷം ഒരു ഇത്രയും 13ഓളം കോളനികൾ, ഇത്രയോളം തേന്, കുറേ പൂമ്പൊടി അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും പൊളിക്കുന്നതിനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അടുത്ത പ്രദേശത്ത് ഇതുപോലെ വലിയ കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് മുമ്പ് ദയവായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ആ തേനീച്ചകളെ സേവ് ചെയ്തതിന് ശേഷം നിങ്ങളത് പൊളിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.